റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. RJ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന്റെ സംശയങ്ങൾക്ക് നമ്മളോട് മറുപടി പറയുന്നത് ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഹെഡ് ആൻഡ് നെക്ക് സർജിക്കൽ ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ഗുരുകീർത്തി B. നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ പനി പോലെ പടർന്നിരിക്കുകയാണ്. വീട്ടിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ രോഗബാധിത ഇല്ലാത്തതായിട്ട് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് പോലും. ഡോക്ടർ, പൊതുവെ ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവരും ഭയത്തോടെ കാണുകയാണ്. ഈ കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഇത്രയും ടെക്നോളജികളൊക്കെ വളർന്നിട്ടും എല്ലാവർക്കും ഇതിൻ്റെ ഒരു ചെറിയ ലക്ഷണം കണ്ടെങ്കിൽ പോലും ഇത് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ, ഇനി അത് ക്യാൻസർ ആണോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ പോലും ഭയമാണ്. ശരിക്കും എന്താണ് ഡോക്ടർ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുന്നത്? നമുക്കറിയുന്ന പോലെ ക്യാൻസർ നമ്മുടെ ഇന്ത്യ രാജ്യത്തും കൂടുതലായിട്ട് കാണപ്പെടുന്ന വ്യാധിയാണ്. സോ ഏകദേശം 2024 ഡേറ്റ എടുത്ത് നോക്കിയാൽ almost 30% of total cancer in India is head and neck cancer. So head and neck cancer എന്ന് ഉൾപ്പെടുന്ന ക്യാൻസർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വായുടെ ക്യാൻസർ, നാവിൻ്റെ ക്യാൻസർ, മൂക്കിൻ്റെ ക്യാൻസർ, ഇല്ലെങ്കിൽ വോയിസ് ബോക്സിൻ്റെ ക്യാൻസർ, തൈറോയിഡിൻ്റെ ക്യാൻസർ, അതുകൂടാതെ ഉമിനീർ ഗ്രന്ഥികളുടെ ക്യാൻസർ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേബർ ക്ലാസ് അല്ലെങ്കിൽ തൊഴിലാളി വർഗ്ഗങ്ങൾ. അവർ ഈ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് പുകയില ചവയ്ക്കൽ അല്ലെങ്കിൽ മദ്യപാനം, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസേഴ്സ്. ഓക്കെ ഡോക്ടർ, ഇത് പ്രധാനമായി ബാധിക്കുന്ന അവയവങ്ങളെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം എങ്ങനെയൊക്കെയാണ് ഇവ ബാധിക്കുന്നത്? ഈ ലഹരി പദാർത്ഥങ്ങൾ മാത്രമേ ഉള്ളോ? ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ക്യാൻസർ വരികയുള്ളൂ? ഇത് ഒരു 80 മുതൽ 90% ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലാണ് വരുന്നത്. ടൊബാക്കോ അസോസിയേറ്റഡ് ക്യാൻസേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കൂടാതെ ഇത് വരാം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോണിക് ഇറിറ്റേഷൻ എന്ന് പറയും. അപ്പോൾ പല്ല് ചിലപ്പം ഡെഞ്ചേഴ്സ് അല്ലെങ്കിൽ പല്ലിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഇല്ലെങ്കിൽ, ശരിയില്ലെങ്കിൽ അത് ക്രോണിക് അൾസറായിട്ട് ആ അൾസർ പിന്നെ ക്യാൻസറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ പക്ഷെ അത് ചാൻസ് വളരെ കുറവാണ്. പക്ഷേ 80% മുതൽ 90% വരെ കൂടുതലായിട്ടും മെയിനായിട്ട് ടൊബാക്കോ ചൂയിങ്ങിലാണ് വരുന്നത്. ശരിക്കും വായിലെ അകത്തേക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ മുറിവോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലേ? എല്ലാ മുറിവും ചിലപ്പം ക്യാൻസർ ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത് ഏത് മുറിവും മോർ ദാൻ 2 വീക്സ് 2 ആഴ്ചക്ക് കൂടുതൽ കുറവായില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ അടുത്തുള്ള ഓങ്കോളജിസ്റ്റിനെ കാണണം, അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം. ഓക്കെ ഡോക്ടർ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ HPV, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അല്ലേ? ഈ ക്യാൻസറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് യൂഷ്വലി കുറേ ക്യാൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ ഒരെണ്ണമാണ് സർവൈക്കൽ ക്യാൻസർ. അതിന് നാഷൻ വൈഡായിട്ട് കുറേ വാക്സിനേഷനും അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറോ ഫാരിങ്സ് എന്ന് പറയും, നമ്മുടെ ടോൺസിൽ അങ്ങനത്തെ അവയവങ്ങൾ, അതിലും കൂടെ HPV വൈറസ് ക്യാൻസർ ഉണ്ടാക്കും. പക്ഷേ ഈ ശതമാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ ചെറുതാണ്, ആൾമോസ്റ്റ് 20% ആണ്. പക്ഷേ ഈ സെയിം നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് നോക്കിയാൽ, നമുക്ക് US-ലോ UK-ലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ നോക്കിയാൽ ഈ ശതമാനം 70% വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ദ സെക്ഷൽ പ്രാക്ടീസ്, ഓറൽ സെക്ഷൽ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും ആ പോപ്പുലേഷനിൽ കാണാൻ ചാൻസ് വരുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇത് വളരെ കുറവാണ്, 20%. ഡോക്ടർ, ഇനി അടുത്തൊരു ചോദ്യം ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ലക്ഷണങ്ങൾ. നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഭയമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷെ ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു രോഗത്തെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളത്. തീർച്ചയായിട്ടും ഏത് ക്യാൻസർ പോലെയും ഇത് ഏർലി ട്രീറ്റ്മെൻറ്റ് സേവ്സ് ലൈഫ്സ് എന്ന് പറയുന്ന പോലെയാണ്. സോ രോഗലക്ഷണങ്ങൾ ബ്രോഡായിട്ട് പറയണമെങ്കിൽ
നമുക്ക് ഏത് മുറിവും മോർ ദാൻ 2 വീക്സ് ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കൺസൾട്ട് ചെയ്യണം. അതുകൂടാതെ വോയിസ് ചേഞ്ച് ഇല്ലെങ്കിൽ വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഡിസ്ഫേജിയ എന്ന് പറയും. അതുകൂടാതെ നമുക്ക് ഏതോ കട്ടകളോ എങ്ങനെയെങ്കിലും കണ്ടുവന്ന നെക്ക് റീജിയനിൽ അത് തീർച്ചയായിട്ടും അടുത്ത ഡോക്ടറെ പോയി കാണണം. അതുകൂടാതെ നമ്മുടെ വായിൽ ചിലപ്പം വെള്ളയായിട്ടോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലോ എന്തെങ്കിലും പാടുകൾ കണ്ടാൽ അതും ഒരു പ്രീ മാലിഗ്നൻ്റ് എന്ന് പറയും. ഈ ക്യാൻസർ വരുന്നതിന് മുമ്പത്തെ സ്റ്റേജ് ല്യൂക്കോപ്ലേക്കിയ, എറിത്രോപ്ലേക്കിയ ഇങ്ങനത്തെ ഡയഗ്നോസിസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഡോക്ടർ, മുഴ, ഈ നെക്കിൽ വരുന്ന മുഴയുണ്ടല്ലോ, അപ്പോൾ ഈ അങ്ങനെ നെക്കിൽ കാണുന്ന എല്ലാ മുഴയും ഈ ക്യാൻസറിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ മുഴകളും ക്യാൻസർ ആവാൻ സാധ്യതയില്ല. പക്ഷേ അത് മുഴ കാണുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് ഏത് തരം ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് ഫസ്റ്റ് നോക്കണം. അത് കഴിഞ്ഞിട്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള ക്യാൻസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഈ മുഴ എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ല, ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ നമുക്ക് ആ ഒരു മുഴ എങ്ങനെയായിരിക്കും നമുക്ക് തൊടുമ്പോൾ എങ്ങനെയായിരിക്കും ഡോക്ടർ ഫീൽ ചെയ്യുന്നത്? കൂടുതലും ക്യാൻസർ മുഴകൾ പെയിൻലെസ് ആയിരിക്കും. അതിൽ പെയിൻഫുൾ മുഴകൾ വളരെ കുറവാണ്. അതാണ് അതിൻ്റെ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. പെയിൻലെസ് ലംപ് അല്ലെങ്കിൽ പെയിൻലെസ് മുഴ എവിടെ വന്നാലും നമ്മൾ തീർച്ചയായിട്ടും ക്യാൻസർ, നമ്മൾ അതിന് ക്യാൻസർ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മൾ പറയല്ലോ മുഴ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഒരു ബോൾ പോലെ ആയിരിക്കും, അതായത് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെ തന്നെയാണോ അതിന്റെ ഷേപ്പ് വരുന്നത്? അത് ഷേപ്പ് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ മുഴ വരുന്ന അനാറ്റമിക്കൽ റീജിയനെ പറ്റിയായിരിക്കും. അപ്പം അത് ഷേപ്പ് ഇന്ന ഷേപ്പിൽ വരണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. ഓ ശരി, ഒരു തടിപ്പ് കണ്ടാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇനി നമ്മൾ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന പ്രധാന പരിശോധനകൾ എന്തൊക്കെയാണ്? കുറേ പരിശോധനകളുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പം ബയോപ്സി എന്നാണ്. അപ്പോൾ വായിൽ എന്തെങ്കിലും മുറിവോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചുവപ്പ് നിറത്തിൽ എന്തെങ്കിലും പാടുകൾ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ബയോപ്സി എടുക്കേണ്ടതാണ്. ബയോപ്സിയിൽ നമുക്ക് അറിയാൻ പറ്റും അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന്. അതുകൂടാതെ നമുക്ക് തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ FNAC എന്ന് പറയും, സോ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന് പറയും. അതുപോലെ നമുക്ക് ഏത് വിധത്തിലെ ക്യാൻസർ ആണെന്ന് നമുക്ക് പറയാം, നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതുകൂടാതെ വേറെ കുറേ ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെ ഉണ്ട്. ലാരിംഗോസ്കോപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഫാരിംഗോസ്കോപ്പ്, അങ്ങനത്തെ കുറേ എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് മൂലം നമുക്ക് ശരിക്കുള്ള അതിൻ്റെ എപ്പിസെൻറ്റർ നമുക്ക് അറിയാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് റേഡിയോളജിക്കൽ ഇമേജിങ് ചെയ്യാം. അത് മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ടതാണ്. CT സ്കാൻ അല്ലെങ്കിൽ MRI അല്ലെങ്കിൽ ലോക്കൽ അൾട്രാസൗണ്ട്, ഇത് മസ്റ്റാണ്. അതെ. ഓക്കെ ഡോക്ടർ, ഇനി ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയൊക്കെയാണ് ചികിത്സ? യൂഷ്വലി നമ്മൾ സർജറിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ മുഴകളും നമ്മൾ സർജറി ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ കൂടുതൽ പേഷ്യൻസ് 65% പേഷ്യൻസും അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും വരുന്നത്. സോ നമുക്ക് എല്ലാ ക്യാൻസറിനെയും നമുക്ക് സർജറി ചെയ്ത് എടുക്കാൻ പറ്റില്ല. സോ അപ്പോഴും നമുക്ക് കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറപ്പി ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ക്യാൻസർ പ്ലാൻ ചെയ്യുന്നത്. സോ മെയിനായിട്ടും ഡിപ്പെൻഡിങ് ഓൺ സ്റ്റേജ്, ഏത് സ്റ്റേജിലാണ് വരുന്നത് ആ സ്റ്റേജ് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. വെറുതെ സർജറി മാത്രം മതിയോ ഇല്ലെങ്കിൽ നമുക്ക് കീമോതെറപ്പി ആഡ് ചെയ്യണോ ഇല്ലെങ്കിൽ റേഡിയേഷൻ ആഡ് ചെയ്യണോ, അത് അതുപോലെ ആയിരിക്കും. ഏത് സ്റ്റേജിലാണ് വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് ചികിത്സ. നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പറയുന്ന പോലെ ഇവിടെയും അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അറൗണ്ട് 80 to 90% കേസസ് എല്ലാവരും അഡിക്റ്റീവ് ഹാബിറ്റ്സ് ഉണ്ടാവും. സ്മോക്കിങ്ങോ അല്ലെങ്കിൽ സ്മോക്ക്ലെസ് ടൊബാക്കോ, ഇതിൻ്റെ കൺസംഷൻ കുറച്ചാൽ നമുക്ക് അറൗണ്ട് 50% ബർഡൻ ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്, നല്ല വിറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് കൂടിയ ആഹാരം എടുക്കുക, വെജിറ്റബിൾസ് കൂടുതലായിട്ടും കഴിക്കുക, ഹൈ ഡയറ്ററി ഫൈബേഴ്സ് കഴിക്കുക. സോ ഇത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് ക്യാൻസറിനെ തടയാൻ തീർച്ചയായും പറ്റും. ഞാൻ തുടക്കത്തിൽ നമ്മുടെ പുകയിലെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഭക്ഷണ രീതി
ഇത് നമ്മളിപ്പോൾ അറിയാലോ, ഫാസ്റ്റ് ഫുഡിനെയാണ് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത്, ഒരുവിധം എല്ലാവരും, കാരണം എല്ലാവരും ബിസി ലൈഫാണല്ലോ. അപ്പം അത് ഇതിനെ ഈ ഒരു ക്യാൻസറുമായിട്ട് അല്ലെങ്കിൽ ഇത് വരാൻ സാധ്യതയുണ്ടോ ഫാസ്റ്റ് ഫുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട്? തീർച്ചയായിട്ടും വരാം. ഫാസ്റ്റ് ഫുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബേസിറ്റിയും ഒരു കാർസിനോജനാണ്. കാർസിനോജനസിന് അത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരാൻ ഒരു ഹൈ റിസ്ക് ഫാക്ടറാണ്. സോ ഒബേസ് ഉള്ള ആൾക്ക് നോർമൽ ആളിനേക്കാളും കൂടുതൽ ചാൻസ് ആണ് ക്യാൻസർ വരാൻ. സോ സെയിം നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഡയറ്റ്, പിന്നെ അഡിക്റ്റീവ് ഹാബിറ്റ്സിന് വിടുക. സോ ഇതൊക്കെ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ക്യാൻസറിനെ വെല്ലാൻ പറ്റും. ഓക്കെ ഡോക്ടർ, പിന്നെ ഈ ഒരു രോഗം നമ്മുടെ സംസാരശേഷി, അതുപോലെ ഭക്ഷണം വിഴുങ്ങാനുള്ള കഴിവ്, ഇവയൊക്കെ ബാധിക്കുന്നുണ്ടോ? അതെ, ശരിക്കും നമ്മൾ പറഞ്ഞതുപോലെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വായ, നാവ്, ഇതൊക്കെ നമ്മുടെ സ്പീച്ചിലും അല്ലെങ്കിൽ സ്വാലോവിങ്ങിലും മെയിൻ ഫങ്ഷൻ നടത്തുന്ന അവയവങ്ങളാണ്. സോ നമ്മൾ ഇതിൻ്റെ സർജറിയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൂടാതെ ഭക്ഷണം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് സർജറിയുടെ കൂടെ ചിലപ്പോൾ റേഡിയേഷൻ വേണ്ടി വരും, കീമോതെറപ്പി വേണ്ടി വരും. ഇതിൻ്റെ സൈഡ് എഫക്ട്സിനാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സോ ഇതൊക്കെ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ നമുക്ക് അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യണം. സ്പീച്ച് ആൻഡ് സ്വാലോ റീഹാബിലിറ്റേഷൻ, അതുകൂടാതെ ഒക്യുപ്പേഷണൽ തെറപ്പി, കുറേ ഫിസിയോതെറപ്പി, എക്സസൈസ്, ഇതൊക്കെ ഒരു ടീമായിട്ട് സർജനും പിന്നെ ഈ ഓക്സിലറി ബ്രാഞ്ചസും ഒരു ടീമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പേഷ്യൻറ്റ്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ പേഷ്യൻറ്റ്, ട്രീറ്റ്മെൻറ്റ് എടുത്ത പേഷ്യൻറ്റിനെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. കൗൺസിലിംഗ് ഉണ്ടോ ഡോക്ടർ? ഡെഫിനറ്റ്ലി, അത് നമ്മുടെ പ്രീ ട്രീറ്റ്മെൻറ്റ് കൗൺസിലിംഗ് എന്നാണ് പറയുന്നത്. സോ ഏത് പേഷ്യൻറ്റിനും ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ അവർ ഒരു ഡിപ്രഷനിലേക്ക് പോകും. സോ തീർച്ചയായിട്ടും നമ്മൾ അവർക്കും പിന്നെ അവരുടെ ഫാമിലിക്കും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാകേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ശ്രോതാക്കൾ. അപ്പോൾ നമ്മളിത് കേൾക്കുന്ന സമയത്തൊക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് ഡോക്ടർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാനുള്ളത്? നമ്മുടെ യൂത്തിന് അത് ഒരു വലിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടൊബാക്കോ സെസേഷൻ. അവരും നിർത്തുക. ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരെ ഫ്രണ്ട്സ് ആയിരിക്കും, അവരെ നിർത്താൻ പ്രേരിപ്പിക്കുക. ഇതുകൂടാതെ സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏർലി ഡയഗ്നോസിസ് സേവ്സ് ലൈഫ്സ്. സോ ഈ ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ രോഗലക്ഷണങ്ങളും കണ്ടുവരുമ്പോൾ ഏർലി സ്റ്റേജിൽ പോയിട്ട് നമ്മുടെ അടുത്തുള്ള ഡോക്ടറെ അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ക്യാൻസർ ബർഡനെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ദുശീലങ്ങളോട് നോ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസും ഒരു മനസ്സും, അല്ലേ? നമ്മൾ മദ്യപാനമായിക്കോട്ടെ, ഈ സ്നേഹത്തോടെ ആരെങ്കിലും ഇതാണ് സ്നേഹം എന്ന് വിചാരിച്ച് നമ്മൾക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോൾ നോ എന്ന് പറയാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ, അല്ലേ ഡോക്ടർ? ഓക്കെ, അപ്പോൾ ചെറിയൊരു വിഷയമല്ല. നമ്മൾ ഇന്ന് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാലും ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഡോക്ടർ നമുക്ക് വേണ്ട അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. താങ്ക് യു സോ മച്ച്.